നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ദാറ്റ് മീൻസ് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഡേ ബൈ ഡേ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം നിങ്ങൾക്ക് ഒരു ടഫ് മൊമെന്റ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലതവണ ഇതിനോടകം നിങ്ങൾ തമ്മിൽ പല തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായി പോവുകയും ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും പല സിറ്റുവേഷനിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോലും നിങ്ങളിൽ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് തന്നെ ഇവിടെ വ്യക്തമാവുന്നുണ്ട്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പല ടൈം പീരീഡ്സിൽ ഉണ്ടായിട്ടുള്ള സെപ്പറേഷനിലൂടെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ സ്നേഹബന്ധം കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി വരികയാണ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ രണ്ടുപേർക്കും വിട്ട് കളയാനായിട്ട് കഴിയുന്നില്ലായിരിക്കണം. പക്ഷെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുന്നത് അനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിന്റെ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. വ്യക്തമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചമായിട്ട് വരാനായിട്ട് ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഏതൊരു ക്യാരക്ടറിലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ എന്ത് തരത്തിലാണോ നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. യൂണിവേഴ്സിൽ നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. സെക്കൻഡ് ലെവലിലുള്ള ഫ്യൂച്ചർ കാർഡും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലഷർ മൊമെന്റ് ആണ്. അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പല അവസരങ്ങളും, അതായത് നിങ്ങളുടെ ലൈഫിൽ മേജർ ചേഞ്ചസ്, ദാറ്റ് മീൻസ് പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ കഴിവുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. നിങ്ങൾക്ക് ഒരു തരത്തിലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. കാരണം നിങ്ങൾ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡുള്ള പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തി ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ഫ്യൂച്ചർ കാർഡ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ നിന്നും റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേ ബി ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുക.
whatever may be the situation, release all of your past memories, ബാഡ് മെമ്മറീസ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷനിലാണ് എന്താണ് ഇനി നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യും, ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാത്തത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ സെപ്പറേഷൻ പലർക്കും നീണ്ടു പോകുന്നത് എന്നിവിടെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് ഫ്രീഡം എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചുള്ള ഈ നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് ഒരു ഫ്രീഡം കൊടുക്കുക എന്നാണ് ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. അത് എത്ര തവണയായിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാൽ പോലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. മേ ബി ഈ പേഴ്സണെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം ചെറിയ ചെറിയ വേദനകൾ ഈ വ്യക്തി തന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. അത് സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മേ ബി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരുപാട് മടങ്ങുകൾ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ വളരെ സിമ്പിൾ ആവുക. അതായത് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക. നിങ്ങൾ ഒരു ഫെദർ പോലെ നിങ്ങളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുക. ദാറ്റ് മീൻസ് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിക്കുക. മേ ബി നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പലരും വൈറ്റ് കളർ അട്രാക്ഷൻ അല്ലെങ്കിൽ വൈറ്റ് ഫെദേഴ്സ്, വൈറ്റ് ബേർഡ്സ്, അങ്ങനെ നിങ്ങൾ വൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഏഞ്ചൽ സയൻസ്, യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം സയൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. ഓക്കെ. Life is a series of constantly shifting cycles. When we resist change, we resist the natural flow of life and create unnecessary stress. Go with the flow, you will be surprised where it leads. ഓക്കെ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു കാര്യങ്ങളും സ്ഥിരമായിട്ടിരിക്കില്ല. അതായത് ലൈഫിൽ എപ്പോഴും ഓരോ സിറ്റുവേഷൻസ് ആയിരുന്നാലും ഓരോ കാര്യങ്ങളായിരുന്നാലും ഇങ്ങനെ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. പക്ഷേ ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതായിരിക്കാം. എപ്പോഴാണോ നമ്മുടെ ലൈഫിൻ്റെ നാച്ചുറൽ ഫ്ലോയെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ മാറ്റങ്ങളെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അപ്പോൾ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ്സുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, ഗോ വിത്ത് ദ ഫ്ലോ, യു വിൽ ബി സർപ്രൈസ്ഡ് വേർ ഇറ്റ് ലീഡ്സ്. അതായത് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നിങ്ങൾ ഫേസ് ചെയ്യുക. എന്ത് സ്ട്രഗിൾസ് വന്നാലും നിങ്ങളത് ഫേസ് ചെയ്ത് പോവുക. ഒരിക്കലും പ്രശ്നങ്ങളെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ നോക്കരുത്.